നമസ്കാരം, വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. തലശ്ശേരിയിൽ വൻ കഞ്ചാവ് വേട്ട. 5 കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശി പിടിയിൽ. ഇന്നലെ രാത്രിയിൽ തലശ്ശേരിയിൽ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് പശ്ചിമ ബംഗാൾ സ്വദേശിയായ 33-കാരൻ രാജീവ് ദാസിനെ കുയ്യാലി റെയിൽവേ ഗേറ്റിന് സമീപത്ത് വെച്ച് പിടികൂടിയത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇയാൾ എക്സൈസുകാരുടെ നിരീക്ഷണത്തിലായിരുന്നു. ഇതര സംസ്ഥാന ക്യാമ്പുകളിൽ ചെറിയ പൊതികളാക്കി കച്ചവടം നടത്തുന്നതാണ് ഇയാളുടെ രീതി. കൊച്ചി കാക്കനാട് പടമുകളിൽ വളർത്തുനായയുടെ ആക്രമണം. 10 വയസ്സുകാരൻ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. പിറ്റ്ബുൾ ഇനത്തിൽപ്പെട്ട വളർത്തുനായയുടെ ആക്രമണത്തിലാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. നായ എങ്ങനെയാണ് പുറത്തു കടന്നതെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല. പരിക്കേറ്റവരിൽ ഒരാളുടെ ആരോഗ്യനില അല്പം സാരമുള്ളതാണ്. പരിക്കേറ്റവരെ കാക്കനാട് സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ തേടിയത്. ആശുപത്രി അധികൃതരാണ് പോലീസിനെ വിവരം അറിയിച്ചത്. ശബരിമല സന്നിധാനത്ത് മകരവിളക്കിനോടനുബന്ധിച്ച് ഭജന സംഘങ്ങൾ സജീവമായി. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എത്തിയ ഭക്തരാണ് ഭജനകൾ ആലപിച്ചു സന്നിധാനത്ത് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം ഒരുക്കുന്നത്. കാരണവന്മാരിൽ നിന്നും പകർന്നു കിട്ടിയ പരമ്പരാഗത പാട്ടുകളാണ് ഇവർ ആലപിക്കുന്നത്. ഒരു സംഘത്തിൽ 85ഓളം ഭക്തജനങ്ങൾ ഉണ്ടെന്നും മകരവിളക്ക് ദർശനം നടത്തിയതിനു ശേഷം മാത്രമേ മലയിറങ്ങുകയുള്ളൂ എന്നും ഭക്തർ വ്യക്തമാക്കുന്നു. ഇത് മുല്ലയോ അതോ സ്വർണമോ? തമിഴ്നാട്ടിൽ വിവാഹ സീസൺ ആരംഭിച്ചതോടെ മുല്ലപ്പൂവിന്റെ വില റെക്കോർഡ് കയറി. മധുരയിലെ പ്രധാന പുഷ്പ മാർക്കറ്റുകളായ ഇസ്ലാംപട്ടി, തിരുമംഗലം എന്നീ സ്ഥലങ്ങളിൽ മുല്ലപ്പൂവിന് 12,000 രൂപ വരെയാണ് വില വരുന്നത്. ഇത് കേരളത്തെയും കാര്യമായി ബാധിക്കും. വിലക്കയറ്റത്തിന് പ്രധാന കാരണം തണുപ്പ് വർദ്ധിച്ചതോടെ ഉൽപാദനം കുറഞ്ഞതും മാർഗഴി മാസം പ്രമാണിച്ചുള്ള ആവശ്യകത വർദ്ധിച്ചതുമാണ്. കനകാംബരം, പിച്ചി തുടങ്ങിയ മറ്റു പൂവുകളുടെ വിലകളിലും വർധനയുണ്ട്. കൊൽക്കത്തയിൽ നിന്നും ISLലേക്ക് 4 ടീമുകൾ. ഫെബ്രുവരിയിൽ ആരംഭിക്കാനിരിക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്കാണ് ഇത്തവണ ടീമുകൾ മത്സരിക്കുന്നത്. മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ, മുഹമ്മദൻസ് SC എന്നീ ടീമുകൾക്ക് പുറമെ പുതുതായി പ്രൊമോഷൻ നേടിയ ഇന്റർകാശി FCയും കൊൽക്കത്ത ഹോം ഗ്രൗണ്ടായി തെരഞ്ഞെടുത്തു. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റ്സിനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.